ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. എല്ലാവർക്കും നമസ്കാരം. വൈഷ്ണവ സുദർശനത്തിലേക്ക് എല്ലാ ഭക്ത മനസ്സുകൾക്കും സ്വാഗതം. 14 ദിവസം വരെയുള്ള രാമകഥയാണ് നമ്മൾ ഇതുവരെ വൈഷ്ണവ സുദർശനത്തിൽ പറഞ്ഞ് പൂർത്തിയാക്കിയത്. ഇന്ന് 15-ാം ദിവസമാണ്. പുണ്യമായിട്ടുള്ള പവിത്രമായിട്ടുള്ള ആ രാമായണ മാസം ആരംഭിച്ചിട്ട് ഇന്ന് 15 ദിവസമായി. അപ്പോൾ ഇന്ന് നമുക്ക് കേൾക്കാനുള്ള ഭാഗം എന്ന് പറയുന്നത് ലക്ഷ്മണോപദേശമാണ്. അതിൽ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളെല്ലാം ഒന്ന് നോക്കി നമുക്ക് ലക്ഷ്മണോപദേശം അധികം സമയമെടുക്കാതെ പറയാം. എല്ലാവർക്കും ആ ഭഗവാന്റെ കഥ കേൾക്കുന്നതിന് വേണ്ടി സാധിക്കട്ടെ എന്ന് ഭഗവാനോട് ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. കഥയിലേക്ക് കടക്കാം. ലക്ഷ്മണോപദേശമാണ്. നമ്മൾക്ക് ഇന്നലെ ഒന്ന് തുടങ്ങി വെച്ചായിരുന്നു. ഭഗവാനും ലക്ഷ്മണനും സീതാദേവിയും കൂടെ ഒരുമിച്ച് ആ പഞ്ചവടിയിൽ ജടായുവിനെയൊക്കെ കണ്ടു. അതിനുശേഷം പഞ്ചവടി പ്രവേശം കഴിഞ്ഞു. ആ പഞ്ചവടിയിൽ ഭഗവാന് നല്ലൊരു ആശ്രമമൊക്കെ ലക്ഷ്മണൻ പണിതു. അതുപോലെ തന്നെ ഭഗവാന് കിടക്കാൻ പുഷ്പങ്ങൾ കൊണ്ടൊരു തൽപ്പം ഒക്കെ ഉണ്ടാക്കി. എന്നിട്ട് അദ്ദേഹം ഉറങ്ങാതെ തൻ്റെ അച്ഛനും അമ്മയും കിടന്നുറങ്ങുന്ന സമയത്ത്, അച്ഛനെന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠനെ അച്ഛനായിട്ടാണ് കാണുന്നത് ലക്ഷ്മണൻ, ജ്യേഷ്ഠത്തെ അമ്മയെ സ്വന്തം അമ്മയുടെ സ്ഥാനത്തുമാണ് കാണുന്നത്. അപ്പോൾ ആ അച്ഛനും അമ്മയും കിടന്നുറങ്ങുമ്പോൾ അദ്ദേഹം ഉറങ്ങാതെ വില്ലുമമ്പൊക്കെ ധരിച്ച് അവിടെ കാവൽ നിൽക്കും. രാവിലെ കഴിഞ്ഞാൽ അദ്ദേഹം വീണ്ടും കുളിയും സന്ധ്യാവന്തനമൊക്കെ കഴിഞ്ഞാൽ വീണ്ടും ജ്യേഷ്ഠൻ്റെ ആ ഒരു സേവനത്തിന് വേണ്ടിയിട്ട് ആണ് രാവിലെ ഉള്ള സമയവും. അപ്പോൾ അങ്ങനെ ഒരു ദിവസം രാമൻ ഒരു സ്ഥലത്ത് ഇരിക്കുന്ന സമയത്ത്, പഞ്ചവടിയിൽ ഇരിക്കുന്ന സമയത്ത്, ലക്ഷ്മണൻ ചെന്ന് ഭഗവാനോട് കൈകൂപ്പിക്കൊണ്ട് വിനയാന്വിതനായിട്ട് ചോദിക്കുകയാണ്, മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ, ഭക്തനാം അടിയനോട് അജ്ഞാനം നീങ്ങും വണ്ണം. ഭഗവാനെ, എന്നോട് മുക്തിക്കുള്ള മാർഗങ്ങളെല്ലാം ഭഗവാനെ അവിടുന്ന് അരുൾ ചെയ്യണം. എൻ്റെ ഉള്ളിലുള്ള അജ്ഞാനമൊക്കെ ഭഗവാനെ അത് കേൾക്കുന്നതോടുകൂടി ഇല്ലാതെയാവണം ഭഗവാനെ എന്ന് പറയുകയാണ്. മാത്രമല്ല, ജ്ഞാന വിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം ആ മാനസാനന്ദം വരുമാർ അരുൾ ചെയ്തിടണം. എനിക്ക് ജ്ഞാനവും വിജ്ഞാനവും ഭക്തിയും വൈരാഗ്യവും ഇതെല്ലാം ഭഗവാൻ എനിക്ക് എൻ്റെ മനസ്സിനെ ആനന്ദിപ്പിക്കുന്ന രീതിയിൽ, എനിക്കിൽ ഭക്തി ഉണ്ടാവുന്ന രീതിയിൽ ഭഗവാനെ അങ്ങ് എനിക്ക് പറഞ്ഞു തരണം. അങ്ങല്ലാതെ മറ്റാരുമില്ല ഈ ഭൂമിയിൽ ഇത് പറയാൻ കഴിവുള്ളവരായിട്ട്. അതുകൊണ്ട് അങ്ങ് എനിക്കിത് ഉപദേശിക്കണം. അപ്പോൾ ഭഗവാൻ ഇത് കേട്ടു. അപ്പോൾ ഭഗവാൻ പറയുകയാണ്, വളരെ സന്തോഷത്തോടുകൂടി പറയുകയാണ്, ഇത് വളരെ ഗുഹ്യമായിട്ടുള്ളൊരു ഉപദേശമാണ്. ഇത് കേട്ട് കഴിഞ്ഞാലോ നമ്മുടെ സർവമാന വികല്പ ഭ്രമമല്ല, അല്ലേ? വികല്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോന്ന് കൽപ്പിച്ച് കൂട്ടുന്നത്, ഭ്രമിച്ചുകൊണ്ട് കൽപ്പിച്ച് കൂട്ടുന്ന ആ ഭ്രമമൊക്കെ ഇല്ലാണ്ടാവും എന്ന് പറയുകയാണ്. ഇനി ഇത് ഗുഹ്യമാണ്, രഹസ്യമാണ്, എങ്കിലും അതിഗുഹ്യം, അതായത് അതിരഹസ്യമായിട്ടുള്ള ഒരു ഉപദേശമാണ്. കാരണം എന്താണ്? ആത്മതത്വമാണ് ഭഗവാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ആത്മതത്വം രഹസ്യമാണെന്ന് പറയാനുള്ള അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ, അത് പറഞ്ഞാലും മനസ്സിലാവാത്തത് എന്നാണ് അർത്ഥം. 1,00,000 പേരുടെ അടുത്ത് നിന്ന് ഈ ആത്മതത്വം പറഞ്ഞാലും ചിത്തശുദ്ധി ഇല്ലാത്തവർക്ക് അത് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് അത്യന്തം രഹസ്യം എന്ന് ഭഗവാൻ ഇത് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞാലും മനസ്സിലാവാത്തത് എന്നാണ് അതിൻ്റെ അർത്ഥം.
പക്ഷേ ഇത് കേട്ട് കഴിഞ്ഞാൽ, ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ, ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള അജ്ഞാനം, വികല്പഭ്രമെല്ലാം ഇല്ലാതായി നമ്മൾ മുക്തന്മാരാവും എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ എന്നിട്ട് പറയുകയാണ്, ഞാൻ ആദ്യമായിട്ട് മായാസ്വരൂപത്തെ ചൊല്ലിയിടാം. കാരണം എന്താണ്? ചൊല്ലിയിടുവാൻ അമ്പോട് പിന്നെ ജ്ഞാനസാധനം മോക്ഷം ചൊല്ലാമല്ലോ. അതായത് മായയെ അറിഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് മോക്ഷം കിട്ടുന്നത്. വിജ്ഞാനസഹിതമാം ജ്ഞാനവും ചൊല്ലുവാൻ പിന്നെ വിജ്ഞേയം ആത്മസ്വരൂപത്തെയും ചൊല്ലാമല്ലോ. വിജ്ഞാനസഹിതമാം, അതായത് ജ്ഞാനവും ചൊല്ലുവാൻ. ജ്ഞാനം കേട്ടു മനസ്സിലാക്കി, പക്ഷേ വിജ്ഞാനമുണ്ടാകണം. അത് നമ്മുടെ ഉള്ളിലെ ആ പ്രവൃത്തി പദത്തിൽ, ജീവിതത്തിൽ നമുക്കത് ആ വിജ്ഞാനം നമ്മൾക്ക് കിട്ടണം, ഉണ്ടാവണം എന്ന് പറയുകയാണ്. അതിനുശേഷം അറിയാൻ പാടില്ലാത്ത ആത്മസ്വരൂപത്തെയും ആത്മതത്വത്തെയും ലക്ഷ്മണ ഞാൻ നിനക്ക് ഉപദേശിച്ചു തരാം. ജ്ഞേയമായുള്ള പരമാത്മാനം അറിയുമ്പോൾ മായാസംബന്ധ ഭയമൊക്കെ നീങ്ങിടുമല്ലോ. ആ അറിയേണ്ടതറിയുമ്പോൾ, അതായത് പരമാത്മാവിനെക്കുറിച്ച് അറിയുമ്പോൾ മായാസംബന്ധ ഭയം, അതായത് നമ്മുടെ ഉള്ളിലുള്ള അജ്ഞാനം, അതാണ് മായ എന്ന് പറയുന്നത്. അപ്പോൾ ആ മായയുമായിട്ടുള്ള ബന്ധഭയങ്ങളൊക്കെ ഇല്ലാണ്ടാവും എന്ന് ഭഗവാൻ പറയുകയാണ്. ഇനി ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രയെ മായയാകുന്നത് നിർണയം, അതിനാലെ കായസംബന്ധമാകും സംസാരം ഭവിക്കുന്നു. ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ, അതായത് ദേഹ ആദിയായിട്ടുള്ള വസ്തുക്കൾ, ശരീരം തുടങ്ങിയ വസ്തുക്കളിലെല്ലാം അത് ആത്മാവല്ല, അത് മായയാണ്. നിർണയം അതിനാലെ, അതായത് അതുകൊണ്ടാണ് നമുക്ക് ഈ ശരീര സംബന്ധം ഉണ്ടാകുന്നത്. ശരീരം ഉള്ളത് കൊണ്ടാണ് നമുക്ക് സംസാരം, അതായത് ഈ ലോകത്തിലേക്ക് നമുക്ക് ജനിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഈ ദേഹം സത്യമാണ്, ദേഹമാണ് ആത്മാവ് എന്നുള്ള ഒരു അവബോധമാണ് മായ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുള്ളത് കൊണ്ടാണ് നമ്മൾക്ക് ഈ ശരീര സംബന്ധം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സംസാര ദുഃഖങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് ലക്ഷ്മണ എന്ന് പറയുകയാണ്. ഉണ്ടല്ലോ പിന്നെ വിക്ഷേപ ആവരണങ്ങളെന്നു രണ്ട് രൂപം മായയ്ക്കെന്നറിക സൗമിത്രേനെ. അതായത് ഒന്ന് വിക്ഷേപവും രണ്ടാമത് ആവരണവും. മായയുടെ രണ്ട് രൂപങ്ങളാണ്. ഒരേ മായയെ തന്നെ രണ്ട് രൂപമായിട്ട് തിരിച്ചിരിക്കണം. ഒന്ന് വിക്ഷേപം, ഒന്ന് ആവരണം. അത് പറയുകയാണ് സൗമിത്രേ. എന്നതിൽ മുന്നേതല്ലോ ലോകത്തെ കൽപ്പിക്കുന്നത് എന്നത് അറിയാതെ സ്ഥൂല സൂക്ഷ്മഭേദങ്ങളോടും മുന്നേതല്ലോ, അതായത് ആദ്യം പറഞ്ഞ വിക്ഷേപം. അതായത് ഈ വിക്ഷേപം ഉള്ളത് കൊണ്ടാണ് ഈ ലോകത്തെ കൽപ്പിക്കുന്നത്. ഈ ലോകം ഉണ്ട് എന്ന് കൽപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? വിക്ഷേപമുള്ളത് കൊണ്ടാണ്. അതായത് ഈ കാണുന്ന ലോകം സത്യമാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ കുറച്ചെങ്കിലും ഒരു ആധ്യാത്മിക തലത്തിൽ ചിന്തിക്കുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും ഈ കാണുന്ന ലോകം സത്യമേ അല്ല എന്നുള്ളത്. കാരണം ഇന്നലെ കാണുന്ന ലോകമല്ല ഇന്നത്തെ ലോകം, ഇന്ന് കാണുന്ന ലോകമല്ല ഇനി ഒരു 10 വർഷം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു 100 വർഷം കഴിയുമ്പോൾ, അല്ലേ? അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല, ഓരോരുത്തരുടെയും ഭാവനയ്ക്കനുസരിച്ചിട്ടാണ് ലോകത്തിനെ കാണുന്നത്. അപ്പോൾ 5 ഇന്ദ്രിയങ്ങളുള്ള നമുക്ക് നമ്മൾ കാണുന്ന രീതിയിലായിരിക്കില്ല 1 or 2 ഇന്ദ്രിയങ്ങൾ മാത്രമുള്ള ജീവികൾ ലോകത്തെ കാണുന്നത്. അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങളെ കൂടാതെ മറ്റെന്തെങ്കിലും ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്ന ജീവികളുണ്ടല്ലേ, അവർ കാണുന്ന ലോകം ഇതായിരിക്കില്ല. അപ്പോൾ ഓരോരോ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടനുസരിച്ചിട്ട് ആ ലോകത്തിൽ വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ്, അത് വിക്ഷേപമുള്ളത് കൊണ്ടാണ് ഈ ലോകം സത്യമാണ് എന്ന് വിശ്വസിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ലോകം മായ തന്നെയാണ്. എന്നിട്ട് അതിലോ സ്ഥൂല സൂക്ഷ്മ ഭേദങ്ങളോടും, അതായത് അതിനകത്ത് സ്ഥൂലമെന്നും സൂക്ഷ്മമെന്നുള്ള ഭേദങ്ങളുമൊക്കെ ഈ ലോകത്തിൽ നമ്മൾ കൽപ്പിക്കുന്നു. ലിംഗാദി ബ്രഹ്മാന്തമാം അവിദ്യാരൂപമതും സംഘാതി ദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതും ജ്ഞാനരൂപിണിയാകും വിദ്യയായതു
മറ്റേത് ആനന്ദപ്രാപ്തി ഹേതുഭൂത എന്നറിഞ്ഞാലും എന്നാണ് പറയുന്നത്. അതായത് ലിംഗാദി ബ്രഹ്മാന്തമാം അവിദ്യാരൂപം, അതും അതായത് ലിംഗാദി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഈ ശരീരം ഉണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു ശരീരം ഉണ്ട് എന്ന് നമ്മൾ കൽപ്പിക്കുന്നത് അത് നമ്മുടെ ഉള്ളിൽ അവിദ്യയുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സംഘാതി ദോഷങ്ങൾ സംഭവിക്കുന്നതും. അതായത് ഞാൻ ഈ ശരീരമാണ്, അതുകൊണ്ട് ഈ ശരീരത്തുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എൻ്റെ ഭാര്യ, മക്കള്, അതൊക്കെ സത്യമാണ് എന്നുള്ള ഒരു തോന്നൽ കുറച്ച് ആൾക്കാർ ഒരുമിച്ച് ചേർന്ന് കുറച്ച് നാളുകൾ ജീവിക്കുന്നു അല്ലേ. ഇതിനു മുമ്പ് ഭഗവാൻ ലക്ഷ്മണോപദേശം, ആദ്യത്തെ ലക്ഷ്മണോപദേശത്തിൽ ഭഗവാൻ പറയുന്നു നദ്യാമൊഴുകുന്ന കഷ്ടങ്ങൾ പോലെയും എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. ഒരേപോലെ ഒരു നദിയിൽ ഒഴുകി വരുന്ന തടികളൊക്കെ കുറച്ച് നാൾ ഒരുമിച്ച് നിൽക്കും, അതിനുശേഷം ഇത് പല വഴിക്ക് കുറച്ച് നാൾ ഒഴുകി ഒരുമിച്ച് വന്നിട്ട് പല വഴിക്കായിട്ട് പോകും അല്ലേ. അപ്പോൾ അങ്ങനെ ഈ വിക്ഷേപമുള്ളത് കൊണ്ട് നമ്മളൊക്കെ നമ്മൾ ഈ ശരീരമാണെന്ന് വിചാരിക്കുകയും നമ്മൾ നമ്മുടേതെന്ന് കുറച്ച് ആൾക്കാരെ, അടുത്ത ആൾക്കാരെ കുറച്ച് പേര് നമ്മൾ വിചാരിക്കുകയും മറ്റുള്ളവർ ഉള്ളതൊന്നും നമ്മുടെ ആരുമല്ല, അല്ലെങ്കിൽ അവരോട് നമുക്ക് ശത്രുതയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അകൽത്തി നിൽക്കാനുള്ള ഒരു ഭാവമോ ഒക്കെ ഉണ്ടാകുന്നത് നമ്മൾ ഈ ശരീരമാണ് എന്നുള്ള തോന്നൽ കൊണ്ടാണ് എന്നാണ് പറയുന്നത്. ഇനി ജ്ഞാനരൂപിണിയാകും വിദ്യയായതോ മറ്റേത് ആനന്ദപ്രാപ്തി ഹേതുഭൂത എന്നറിഞ്ഞാലും. ഇനി ജ്ഞാനരൂപിണി, ജ്ഞാനം സത്യമെന്ന് വിചാരിക്കുന്നത് വിദ്യയാകുന്നത് ജ്ഞാനമാകുന്നു, അത് തന്നെയാണ് ആനന്ദപ്രാപ്തിക്ക് കാരണം എന്ന് അറിഞ്ഞാലും ലക്ഷ്മണ എന്ന് പറയുന്നത്. വീണ്ടും പറയണം, മായാകൽപ്പിതം പരമാത്മനി വിശ്വമെടോ, മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്ന് തോന്നിക്കുന്നു. ഇത് നേരത്തെ പറഞ്ഞത് തന്നെ, മായ കൊണ്ടാണ് ഈ വിശ്വമുണ്ടെന്ന് നമുക്ക് തോന്നുന്നത്. അതിന് ഉദാഹരണം എപ്പോഴും പറയുന്നൊരു ഉദാഹരണം, രജ്ജുഘട്ടത്തിലെ തിങ്കലെ പന്നക ബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കലേതും ഒന്നില്ലയല്ലോ. അതായത് രജ്ജു എന്ന് പറഞ്ഞാൽ കയറ് അല്ലേ, കയറിൻ്റെ ഖണ്ഡം എന്ന് പറഞ്ഞാൽ കഷ്ണം. ആ കയറിൻ്റെ ഒരു കഷ്ണം വഴിയിൽ കിടക്കുന്ന സമയത്ത് അത് പന്നക ബുദ്ധി, പന്നകമെന്ന് പറഞ്ഞാൽ അത് പാമ്പാണെന്ന് സ്വയം നിശ്ചയിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് അത് കണ്ട് പേടിക്കുകയാണ്. പേടിച്ചിട്ടോ അതിലമ്മണി നടന്നു പോകുമ്പോൾ അറിയാതെ ചവിട്ടുകയും ചെയ്തു. ചവിട്ടിയപ്പോൾ അവിടെ ഒരു കല്ല് അതിൻ്റെ അറ്റത്തുണ്ടായിരുന്നു, ഒരു കൂർത്തറി കല്ല് കാലിൽ കുത്തിക്കയറിയപ്പോൾ വിചാരിച്ചു പാമ്പ് കടിച്ചതാണെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുശേഷം ലൈറ്റൊക്കെ കൊണ്ടുവന്ന് നോക്കിയപ്പോഴത്തേക്കും എന്താണത്, അതൊരു കയറാണ്, അതിനറ്റത്തൊരു കുഞ്ഞ് കല്ലെങ്ങാണ്ട് കാലെ കൊട്ടപ്പോഴാണ് പാമ്പാണ് കടിച്ചു എന്ന് വിചാരിച്ചത്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ജ്ഞാനമാകുന്ന പ്രകാശം വന്നപ്പോഴത്തേക്ക് എന്തായി, അത് വെറും കയറാണ്, കയറിനെ പാമ്പെന്ന് തെറ്റിദ്ധരിച്ചതാണ്. അതുപോലെ തന്നെയാണ് ഈ കാണുന്ന ലോകത്തിനെ, അല്ലെങ്കിൽ ഈ കാണുന്ന ശരീരത്തിനെ ഈ ശരീരമാണ് ഞാൻ എന്നുള്ള ഒരു തെറ്റിദ്ധാരണ, ഒരു വിക്ഷേപം നമ്മുടെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു ആവരണം ഉണ്ടാവുന്നത്. ഇനി മാനവന്മാരാൽ കാണപ്പെട്ടതും കേൾക്കായതും മാനസത്തിങ്കൽ സ്മരിക്കപ്പെടുന്നതുമെല്ലാം സ്വപ്നസന്നിഭം വിചാരിക്കലില്ലാതൊന്നല്ലോ. വിഭ്രമം കളഞ്ഞാലും വികല്പമുണ്ടാക്കേണ്ട. അതായത് നമ്മൾ കാണപ്പെടുന്നതും കേൾക്കുന്നതും മാനസത്തിങ്കൽ സ്മരിക്കപ്പെടുന്നതുമെല്ലാം അതൊക്കെ സ്വപ്ന സന്നിഭമാണ്. നമ്മൾ സ്വപ്നം കാണുന്നത് പോലെയാണ് ലക്ഷ്മണ, അങ്ങനെ നീ വിചാരിക്കണം, അതാണ് സത്യം. അതുകൊണ്ട് നിൻ്റെ വിഭ്രമമൊക്കെ കളഞ്ഞ് നിൻ്റെ ഉള്ളിൽ വികല്പം ഒന്നും ഉണ്ടാക്കേണ്ട. അതുകൊണ്ട് കാരണം നമ്മൾ ഉറക്കത്തിൽ സ്വപ്നം കാണുന്നുണ്ട് അല്ലേ, സ്വപ്നം കണ്ടു കഴിയുമ്പോഴത്തേക്കും രാവിലെ ആകുമ്പോൾ നമ്മൾ പക്ഷേ ആ സ്വപ്നം കാണുന്ന സമയത്ത് നമ്മൾ ആ സ്വപ്നത്തിൽ ജീവിക്കുകയാണ് അല്ലേ. നമ്മൾ ആ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന സർവമാന കാര്യങ്ങളും നമ്മൾ ആ സ്വപ്നത്തിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. എന്ത് സ്വപ്നമാണോ കാണുന്നത് ആ അവസ്ഥയിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഞെട്ടി ഉണരും, സ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി ഉണരുമ്പോഴത്തേക്കുമാണ് നമുക്കൊരു സന്തോഷം തോന്നും. ഓ സ്വപ്നമായിരുന്നല്ലേ അല്ലേ എന്ന് നമ്മൾ സ്വയം വിചാരിച്ച് ആശ്വസിക്കും. അതുപോലെയുള്ളൂ നമ്മളിപ്പോൾ കഴിഞ്ഞ മാസം അല്ലെങ്കിൽ അതിന് മുമ്പത്തെ മാസം നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടായ അല്ലെങ്കിൽ മാനസികമായിട്ട് പീഡയുണ്ടാക്കുന്ന ഒരു കാര്യത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമുക്കത് ഭയങ്കരമായിട്ട് നമ്മളിതിനെ തരണം ചെയ്യാൻ പറ്റുമോ, ചിലപ്പോൾ ആത്മഹത്യ ചെയ്യണം എന്നൊക്കെ തോന്നലൊക്കെ വരാം.
പക്ഷേ അതിനുശേഷം ഒരു 2-3 മാസം കഴിഞ്ഞ് നമ്മൾ അത്രയും പേടിച്ച ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പിന്നീട് ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്കതൊരു ചിരിയായിട്ടായിരിക്കും തോന്നുന്നത്. അയ്യോ, ഒന്ന് എന്തൊക്കെയാണ് മണ്ടത്തരങ്ങളൊക്കെയാണ് ചെയ്തു കൂട്ടിയത്, വിചാരിച്ചു കൂട്ടിയത്, പറഞ്ഞു കൂട്ടിയത് എന്നൊക്കെ ഓർക്കും. അതൊരു സ്വപ്ന സമാനമാകും. അത് അനുഭവിക്കുന്ന സമയത്ത് അത് ഭയങ്കര ഒരു സംഭവമാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ അതിനുശേഷം നമ്മളൊരു ചിത്തവിചാരം ചെയ്യുകയാണെങ്കിൽ കുറച്ച് നാളിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ അതൊക്കെ വലിയ ബ്ലണ്ടറുകളൊക്കെ ആയിരുന്നു. നമ്മൾ അന്ന് അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കടുങ്കയൊക്കെ ചെയ്തിരുന്നെങ്കിൽ എന്ന് നമ്മൾ വിചാരിച്ചു പോകാൻ. ഇത്ര നിസ്സാര ഒരു കാര്യത്തിനായിരുന്നു, അതിൽ ഇത്രയും പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമൊന്നും ഇല്ലായിരുന്നല്ലോ, എന്നിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചല്ലോ എന്ന് തോന്നും. അപ്പോൾ നമ്മുടെ സ്വപ്നത്തിൽ നിന്ന് വലിയ ചിലപ്പോൾ ഒരു ആന കുത്താൻ വരുന്നത് പോലെയോ, അല്ലെങ്കിൽ വലിയൊരു കൊക്കയുടെ മുകളിൽ താഴത്തേക്ക് പോകുന്ന പോലെയോ, വലിയൊരു കിണറ്റിൽ പോകുന്ന പോലെയോ ഒക്കെ നമ്മൾ തോന്നും. നമ്മൾ ചിലപ്പോൾ സ്വപ്നത്തിൽ കിടന്ന് കയ്യും കാലൊക്കെ ഇട്ട് അടിക്കും സ്വപ്നം കാണുമ്പോഴത്തേക്കും, അല്ലേ, വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട്. അപ്പോൾ വിയർത്ത് പിടിച്ച് എണീക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്, രക്ഷപ്പെട്ട് സ്വപ്നമായിരുന്നല്ലോ. അതുപോലെ തന്നെ ഉള്ളൂ മനുഷ്യൻ്റെ ഇപ്പോൾ കാണുന്ന ഈ ജീവിതവും. അപ്പോൾ അതുകൊണ്ട് ആത്മസ്വരൂപത്തെ അറിയുന്നവർ ഈ ജീവിതം സത്യമല്ല എന്ന് തീർച്ചയായിട്ടും ബോധ്യപ്പെടുമെന്നാണ് ഭഗവാൻ പറയുന്നത്. അതുകൊണ്ട് നിൻ്റെ വികല്പമൊക്കെ കളയൂ ലക്ഷ്മണ എന്ന് പറയുകയാണ്. ഇനി വീണ്ടും ഭഗവാൻ അതിനെ അരക്കിട്ട് ഉറപ്പിക്കുകയാണ് ഓരോരോ ഉപദേശങ്ങളിലൂടെ. ജന്മ സംസാര വൃക്ഷമൂലമായത് ദേഹം, തന്മൂലം പുത്രകളത്രാദി സംബന്ധമെല്ലാം. അതായത് ജന്മസംസാര വൃക്ഷം, ഈ ജനിക്കുന്നതുകൊണ്ടാണ് ഈ സംസാരമാകുന്ന ഈ വൃക്ഷത്തിൻ്റെ ആ മൂലമായത് ദേഹം തന്നെയാണ്. ഈ ശരീരമുള്ളത് കൊണ്ടാണ് നമുക്ക് ഈ സംസാരത്തിലേക്ക് ഈ ജനിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ദേഹം മൂലം തന്നെയാണ് നമുക്ക് പുത്രനും ഭാര്യയും എല്ലാം സംബന്ധമുണ്ടാകുന്നത്. എന്തുകൊണ്ടാണ്? ഇതൊരു പക്ഷേ എന്താ പറയുക, ഇന്നലെ വരെ നമ്മൾ കണ്ടാൽ മിണ്ടുകയോ കണ്ടാൽ അറിയോ ഇല്ലാത്ത ലോകത്തിലെ ഏതെങ്കിലും ഭാഗത്തിരിക്കുന്ന ഒരു കുട്ടിയായിരിക്കും നമ്മുടെ ഭാര്യയായിട്ട് വരുന്നത്, അല്ലേ, നമ്മുടെ മക്കളായിട്ട് വരുന്നത്, അല്ലേ. അപ്പോൾ ഇവരൊക്കെ കുറച്ച് ആൾക്കാർ കുറച്ച് സമയം ഒരുമിച്ചിരിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ ലക്ഷ്മണ എന്നാണ് പറയുന്നത്. അപ്പം ദേഹം കൊണ്ടാണ് ഈ കായസംബന്ധമെല്ലാം, ഈ ദേഹം കൊണ്ടാണ് ഈ സംസാരം വൃക്ഷത്തിൽ അതിൻ്റെ മൂലം എന്ന് പറയുന്ന, സംസാര വൃക്ഷത്തിൻ്റെ മൂലം എന്ന് പറയുന്നത് ഈ ദേഹം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പുത്രവും കളത്രവും ഒക്കെ ഉണ്ടാകുന്നതും അവരുമായിട്ട് സംബന്ധം വരുന്നതല്ല. ദേഹമായത് പഞ്ചഭൂത സഞ്ചയമയം, ദേഹസംബന്ധം മായാവൈഭവം വിചാര്യതേ. ഇനി വീണ്ടും പറയുകയാണ്, ദേഹം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളുടെ ഒരു സഞ്ചയമാണ്. അതിനകത്ത് പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത് ആകാശം, ഭൂമി, അഗ്നി, വായു, ജലം. ആകാശം, ഭൂമി, അഗ്നി, വായു, ജലം. ഇങ്ങനെ ഈ 5 ഭൂതങ്ങൾ ചേരുമ്പോഴാണ് ദേഹം ഉണ്ടാകുന്നത് ലക്ഷ്മണ. അല്ലാതെ അതിനകത്ത് മറ്റു ഒന്നുമില്ല. ഈ കാണുന്ന പഞ്ചഭൂതങ്ങൾ തന്നെയാണ് ഈ ദേഹമായിട്ട് ഇരിക്കുന്നതും. ഇന്ദ്രിയ ദശകവും അഹങ്കാരവും ബുദ്ധി, മനസ്സും ചിത്തമൂലം പ്രകൃതി എന്നിതെല്ലാം. അതായത് ഇന്ദ്രിയ ദശകം, അതായത് 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, പിന്നെയോ അഹങ്കാരം, ബുദ്ധി, മനസ്സും ചിത്തം മൂലപ്രകൃതി എന്നിവയെല്ലാം ഓർത്തു കണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ ക്ഷേത്രമായത് ദേഹമൊന്നുമുണ്ടല്ലോ നാമം. അപ്പോൾ ഇന്ദ്രിയങ്ങളും 10 ഇന്ദ്രിയങ്ങളും അഹങ്കാരവും ബുദ്ധിയും മനസ്സും പിന്നെയോ ചിത്തവും, ഇതെല്ലാം മൂലപ്രകൃതി എന്നിതെല്ലാം ഓർത്തു കണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ ക്ഷേത്രമായത് ദേഹമെന്ന് ഉണ്ടല്ലോ നാമം. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ദേഹം അല്ലെങ്കിൽ ക്ഷേത്രമെന്ന്, അങ്ങനെയുള്ള ഇരിക്കുന്നതിനാണ് ക്ഷേത്രമെന്ന് പറയുന്നത്. ദേഹമെന്നുണ്ടല്ലോ നാമം. എന്നിട്ട് നമ്മൾ അതിനെന്ത് പറയും? ഇതെല്ലാം കൂടെ ചേർന്നിരിക്കുന്നതിന് ഇന്ദ്രിയങ്ങളും അഹങ്കാരവും ബുദ്ധിയും മനസ്സും ചിത്തവും, അങ്ങനെ ഇതെല്ലാം കൂടെ ചേർന്നിരിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ഷേത്രമെന്ന് പറയുന്നത്. ഇനി മറ്റൊരു പേര് പറഞ്ഞാൽ അല്ലെങ്കിൽ ദേഹമെന്നും പറയാം എന്നാണ്. എന്നിവറ്റെങ്കിൽ നിന്ന് വേറൊന്നു ജീവനതും നിർണയം പരമാത്മാ നിശ്ചലൻ നിരാമയൻ. അതായത് ഇതിൽ നിന്നും വേറൊന്നാണ് നിങ്ങളീ കാണുന്ന ഈ ക്ഷേത്രവും, പിന്നെ എന്താണ് അതിനകത്ത് പരമാത്മാ നിശ്ചലൻ നിരാമയൻ. അതായത് ക്ഷേത്രജ്ഞനാണ്, ഈ ക്ഷേത്രത്തിലുള്ള പ്രതിഷ്ഠയാണ്. അതായത് ക്ഷേത്രജ്ഞനാണ് ആരെന്ന് പറയുന്നത്? ആ പരമാത്മാ, അതായത് ആ ഭഗവാൻ. അതായത് അതിന് ഈ കായസംബന്ധം, ഈ ശരീരവുമായിട്ട് യാതൊരുവിധ
ബന്ധങ്ങളുമില്ല. ഈ ഇന്ദ്രിയങ്ങളുമായിട്ടും ഈ ആത്മാവിന്, പരമാത്മാവിന് യാതൊരുവിധ ബന്ധങ്ങളും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം കൂടി ചേർന്നിട്ട് ക്ഷേത്രമെന്ന് പറയുന്നത്. അങ്ങനെയാണ് അതിന് ദേഹം എന്ന് പറയുന്നത്. മറ്റൊരു പേരാണ് ദേഹമെന്നും പറയും അല്ലേ, നമ്മൾ ദേഹം എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ വേറിട്ടതാണ്, എന്നിവറ്റിൽ നിന്ന് വേറൊന്നു ജീവനതും. അപ്പം നമ്മൾ ഓർക്കണ എന്താണ്, ഈ ജീവനും ശരീരവും ആത്മാവും മനസ്സും ചിത്തവും അഹങ്കാരവും എല്ലാം നമ്മൾ തന്നെയാണെന്ന് വിചാരിക്കും അല്ലേ. നിർണയം പരമാത്മാ നിശ്ചലൻ നിരാമയൻ. ഇത് നിശ്ചലനാണ് ഈ ജീവൻ. അതായത് അനങ്ങാതെ ഇരുന്ന്, ശരീരത്തിനുള്ളിൽ അനങ്ങാതെ ഇരുന്ന് ബാക്കി എല്ലാത്തിനെയും ചലിപ്പിക്കുന്നത് ഈ കൂട്ടമായിട്ടുള്ള ഇതിനെല്ലാം, ഈ അവയവങ്ങളെ, ഈ ശരീരത്തിനുള്ളിലുള്ള ഇന്ദ്രിയങ്ങളെ, പഞ്ചേന്ദ്രിയങ്ങളെ, കർമ്മേന്ദ്രിയങ്ങളെ, ഇതിനെല്ലാത്തിനെയും പ്രവർത്തിക്കുന്നത് നിശ്ചലനായിട്ട് ഇരിക്കുന്ന ആ പരമാത്മസ്വരൂപമായിട്ടുള്ള ആ ഭഗവാൻ തന്നെയാണ്, അഥവാ പരമാത്മാവ് തന്നെയാണ്. ജീവാത്മസ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കെട്ടുകൊള്ളുക സൗമിത്രേ നീ. ഇനി ജീവാത്മസ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള കാര്യങ്ങളൊക്കെയാണ് സൗമിത്രേ നിനക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. സൗമിത്രേ എന്ന് ഭഗവാൻ ലക്ഷ്മണസ്വാമി വിളിക്കുന്നത് ഒരു അംഗീകാരമായിട്ടാണ് ലക്ഷ്മണൻ എടുക്കുന്നത്. അതായത് സുമിത്രയുടെ പുത്ര എന്നാണ് വിളിക്കുന്നത്. അതായത് സുമിത്ര വളർത്തിയ മകനാണ്. അത്ര എന്താ പറയുക, ഒരു ആർജവം അല്ലെങ്കിൽ ബുദ്ധിസാമർഥ്യം അല്ലെങ്കിൽ കഴിവുകൾ, ത്യാഗബുദ്ധി, കാര്യങ്ങളെ ഗ്രഹിക്കാനുള്ള കഴിവ്, കണ്ടറിഞ്ഞ് ചെയ്യാനുള്ള കഴിവ്, ഇതൊക്കെ സൗമിത്രയ്ക്കുണ്ട്, അല്ലെങ്കിൽ സുമിത്രയുടെ പുത്രനായിട്ടുള്ള ആ ലക്ഷ്മണനുണ്ട്. അതുകൊണ്ട് ഭഗവാൻ ഒരു അവാർഡ് കൊടുക്കുന്നത് പോലെയാണ് ഇടയ്ക്ക് സൗമിത്രേ എന്ന് ലക്ഷ്മണസ്വാമിയെ വിളിക്കുന്നത്. ഇനി വീണ്ടും പറയുകയാണ്, ജീവാത്മാവെന്നും പരമാത്മാവെന്നതും ഓർക്കിൽ കേവലം പര്യായ ശബ്ദങ്ങൾ എന്നറിഞ്ഞാലും. ഈ നമ്മൾ ഇവിടെ ലക്ഷ്മണ ജീവാത്മാവെന്നും പരമാത്മാവെന്നതും ഒക്കെ പറയുന്നത് അത് വെറും പര്യായം പറയുന്നത് പോലെ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഇപ്പം ഒരു വാക്കിന് തന്നെ പല 4-5 പര്യായങ്ങൾ കാണും അല്ലേ. അതുപോലെ തന്നെയാണ് ഈ ജീവാത്മാവെന്നും പരമാത്മാവെന്നും പറയുന്നത്. എന്താണ് ലക്ഷ്മണ, ഇത് രണ്ടും ഒരേ ഒരു സാധനം തന്നെയാണ് ജീവാത്മാവെന്നും പരമാത്മാവെന്നും പറയുന്നത്. അത് പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും ഭേദമേതുമേയില്ല, രണ്ടും ഒന്നത്രേ നൂനം. ഭേദമുണ്ടെന്ന് പറയുന്നത് അജ്ഞന്മാരല്ലോ. അതായത് ഇത് രണ്ടും, അതായത് ഭേദമേതുമേയില്ല, യാതൊരുവിധ ഭേദവുമില്ല ജീവാത്മാവും പരമാത്മാവും തമ്മിൽ. രണ്ടും ഒന്ന് തന്നെയാണ്. നൂനം, രണ്ടും ഒന്നത്രേ നൂനം. ഭേദമുണ്ടെന്ന് പറയുന്നത് അജ്ഞന്മാരല്ലോ. അതായത് അത് ഈ അജ്ഞന്മാരാണ് ഇത് രണ്ടും രണ്ടാണ് എന്ന് പറയുന്നത്. പരമാത്മാവും ജീവാത്മാവും എല്ലാം വേറെ വേറെയാണെന്ന് പറയുന്നത് അജ്ഞന്മാരാണെന്നാണ് പറയുന്നത്. മാനവും ഡംഭം ഹിംസ വക്രത്വം കാമം ക്രോധം മാനസേ വെടിഞ്ഞ് സന്തുഷ്ടനായ സദാകാലം അന്യാക്ഷേപാദികളും സഹിച്ച് സമബുദ്ധ്യ മന്യുഭാവവും അകലെ കളഞ്ഞ അനുദിനം ഭക്തി കൈക്കൊണ്ട് ഗുരുസേവയും ചെയ്തു നിജ ചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തുകൊണ്ടു നിത്യവും സൽക്കർമ്മങ്ങൾ കിളക്കം വരുത്താതെ സത്യത്തെ സമാശ്രയിച്ച ആനന്ദസ്വരൂപനായി മാനസവചനദേഹങ്ങളെ അടക്കി തൻ മാനസേ വിഷയസൗഖ്യങ്ങളെ ചിന്തിയാതെ ജനന ജരാമരണങ്ങളെ ചിന്തിച്ചുള്ളിൽ അനഹങ്കാരത്വത്തിന് സമഭാവനയോടും. അതായത് ആണ് പറയുന്നത്, നമ്മുടെ മാനവും ഡംഭം, അല്ല അഹങ്കാരം, ഹിംസ, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ആ ഒരു സ്വഭാവം, വക്രത്വം, അതായത് ഈ വളഞ്ഞ വഴി സഞ്ചരിക്കുക, കാര്യങ്ങളെ വളച്ചു കെട്ടി പറയുക, കാമം ക്രോധം, ഇതെല്ലാം മനസ്സിൽ നിന്ന് വെടിഞ്ഞിട്ട് സന്തുഷ്ടനായ സദാകാലം. അപ്പം ഈ മാനവും ഡംഭവും ഹിംസയും വക്രത്വവും കാമവും ക്രോധവും ഒക്കെ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് സന്തുഷ്ടനായിട്ട് സദാകാലം എപ്പോഴും അന്യാക്ഷേപാദികളും സഹിച്ച്, അതായത് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് പറഞ്ഞാലും ശരി അതിനെ ഒന്നും ശ്രദ്ധിക്കാതെ സമബുദ്ധിയ, അവർ പറഞ്ഞോട്ടെ, അവർക്ക് അതുകൊണ്ട് സന്തോഷം കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ എന്നുള്ളൊരു സമബുദ്ധിയ മന്യുഭാവവും അകലെ കളഞ്ഞ അനുദിനം. അപ്പോൾ ഞാനെന്ന ഭാവമൊക്കെ കളഞ്ഞിട്ട് എല്ലാ ദിവസവും എന്താണ് അനുദിനം എപ്പോഴും ഭക്തി കൈക്കൊണ്ട് ഗുരുസേവയും ചെയ്തു നിജ ചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തുകൊണ്ടു. അതായത് എപ്പോഴും ആ ഭക്തി കൊണ്ട് ഭഗവാനെ
ഉള്ളിൽ ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ട് ഭക്തി കൈക്കൊണ്ടുകൊണ്ട് ഗുരുസേവയും ചെയ്യുക. ആ ഗുരുവിനെ സേവിക്കാൻ പറ്റുന്നത് പോലെയൊക്കെ നന്നായിട്ട് തന്നെ സേവിക്കുക. അപ്പോഴെന്ത് ചെയ്യും? നിജ ചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തുകൊണ്ട്. അപ്പോൾ താനെ തന്നെ നമ്മുടെ ഉള്ളിൽ ചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ഒക്കെ താനെ തന്നെ ഉണ്ടായി വരും. എന്നിട്ടോ നിത്യവും എന്നും സൽക്കർമ്മങ്ങൾക്കിടക്കം വരുത്താതെ, ആ സൽക്കർമ്മങ്ങളൊക്കെ അതിന് യാതൊരുവിധ മുടക്കവും വരുത്താതെ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുക. സത്യത്തെ സമാശ്രയിച്ച് ആനന്ദ സ്വരൂപനായ, ആരാണ് സത്യം? സത്യം എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ഭഗവാൻ തന്നെ, ഈശ്വരൻ തന്നെ. ആ ഈശ്വരനെ തന്നെ എപ്പോഴും ആശ്രയിക്കുമ്പോഴെന്താണ്? ഉള്ളിലുള്ള വികല്പ ഭേദങ്ങളൊക്കെ മാറി സദാ ആനന്ദ സ്വരൂപനായിട്ട് വിളങ്ങാൻ തുടങ്ങും, ആത്മാവ് പ്രകാശിക്കാൻ തുടങ്ങും. അപ്പോഴോ മാനസവചന ദേഹങ്ങളെ അടക്കിത്തൻ മാനസേ വിഷയസൗഖ്യങ്ങളെ ചിന്തിയാതെ. അപ്പം മനസ്സും വാക്ക് അങ്ങനെ ശരീരത്തെയൊക്കെ അടക്കി ആ മനസ്സിൽ വിഷയ സുഖങ്ങളെയൊക്കെ കുറിച്ച് ചിന്തിക്കാതെ ജനന ജരാമരണങ്ങളെ ചിന്തിച്ചുള്ളിൽ അനഹങ്കാരത്വേന സമഭാവനയോടും, അതായത് എന്താണ്? ജനന ജരാമരണങ്ങളെ ചിന്തിച്ചുള്ളിൽ അനഹങ്കാരത്വേന സമഭാവനയോടും, ജനനം ജര അതുപോലെ തന്നെ മരണം ഇതിനെയൊക്കെ ചിന്തിച്ചിട്ട് അതിനൊക്കെ ചിന്തിച്ചിട്ട് എന്താ പറയുക? അനഹങ്കാരത്വേന സമഭാവനയോടും സർവാത്മാവെ ആകും എങ്കലുറച്ച മനസ്സോടും സർവദാ രാമരാമേത്യ അമിത ജപത്തോടും. അതായത് അനഹങ്കാരത്വേന വാഴണമെന്നാണ് പറയുന്നത്, സമഭാവനയോടുകൂടി. ജനനം ഉണ്ടാകും, ജര അല്ലെ, വാർദ്ധക്യം, മരണം, ഇതൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഉണ്ടാകുന്നതാണ്. അല്ലാതെ എപ്പോഴും കോമളന്മാരെ പോലെ അങ്ങനെ ആരും ഇരിക്കുകയില്ല അല്ലേ. അപ്പോൾ അതിനൊക്കെ വ്യത്യാസം ഉണ്ടാകും. പക്ഷേ അതിലൊന്നും നമ്മൾ എന്താ പറയുക, അതിനകത്തേക്ക് അങ്ങോട്ട് ആസക്തിയാവാതെ, ഈ ശരീരത്തിലേക്ക് അങ്ങോട്ട് ആസക്തനാവാതെ സമഭാവനയോടും, പണ്ട് എങ്ങനെയാണോ ഇരുന്നത്, സുന്ദരനായിരുന്നെങ്കിൽ സുന്ദരൻ, സുന്ദരിയാണെങ്കിൽ സുന്ദരി, കുറച്ച് കഴിയുമ്പോൾ പ്രായമാകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ആ സൗന്ദര്യമൊക്കെ പോവും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ പണ്ട് സുന്ദരനായിരുന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് പ്രായമാകുമ്പോൾ വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല, വിഷമിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ വിഷമിക്കാതെ സമഭാവനയോടും, അതായത് ഈ ദേഹമാണ് ഞാനെന്ന് തോന്നുമ്പോഴാണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ തോന്നണം. പക്ഷേ എല്ലാം നിറഞ്ഞ ആത്മാവാണ് താനെന്ന് ഉള്ളിൽ ഉറയ്ക്കുമ്പോഴോ അങ്ങനെ ആ ഒരു ബുദ്ധിമുട്ടോ വിഷമോ പ്രയാസമോ ഒന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ സർവാത്മാവാകും എങ്കലുറച്ച മനസ്സോടും സമഭാവന വേണം. മാത്രമോ സർവാത്മാവാകുന്ന രാമൻ പറയാണ് എങ്കൽ ഉറച്ച മനസ്സോടും, എന്നിലെ നിന്റെ മനസ്സിനെ ഉറപ്പിച്ചുകൊണ്ട് സർവദാ എപ്പോഴും ഇടതടവില്ലാതെ രാമരാമേത്യ അമിത ജപത്തോടും, രാമരാമേതി എന്ന് അമിത ജപത്തോടും എത്ര ജപിക്കാൻ കഴിയുമോ അത്രയും ജപിക്കുക. അങ്ങനെ ജപിച്ചിട്ട് പുത്രധാരാധാദിഷു നിസ്നേഹത്വവും ചെയ്തു, ശക്തിയും ഒന്നെങ്കിലും കൂടാതെ നിരന്തരം പുത്രനും ഭാര്യയിലും ഒന്നും നിസ്നേഹത്വം എന്ന് പറഞ്ഞാൽ സ്നേഹമില്ലായ്മ അല്ലെങ്കിൽ സ്നേഹിക്കാതിരിക്കുക എന്നുള്ളതല്ല, അതിനകത്തൊക്കെ ഒരു ലിമിറ്റ് വയ്ക്കുക. എന്നാൽ നമ്മൾ പുറത്തു നിന്ന് നോക്കുമ്പോൾ ഭാര്യയ്ക്കും അല്ലെങ്കിൽ മക്കൾക്കുമൊക്കെ അച്ഛൻ അല്ലെങ്കിൽ ഭർത്താവ് വളരെ സ്നേഹം ഉള്ളതായിട്ട് തോന്നുകയും ചെയ്യണം. അവർക്ക് നമുക്ക് സ്നേഹമില്ല എന്ന് തോന്നാനും പാടില്ല. അപ്പോൾ എന്താണ്? പക്ഷേ ഒന്നിനോടും ഒരു അറ്റാച്ച്മെൻറ്റ്, അവരില്ലെങ്കിൽ ഞാനില്ല എന്നുള്ളൊരു ഭാവം ഉണ്ടാവാൻ പാടില്ല എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? ഇത് എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള ആത്മാക്കളാണ് അല്ലേ. ഓരോരുത്തരും ഓരോരോ കർമ്മങ്ങൾ ചെയ്തതനുസരിച്ചിട്ട് അതിൻ്റെ പുണ്യമാണെങ്കിലും പാപമാണെങ്കിലും അത് അനുഭവിച്ച് തീർക്കാൻ വേണ്ടിയിട്ടാണ് നാം എല്ലാവരും ഈ ഭൂമിയിലേക്ക് ഭഗവാൻ നമ്മളെ ഇവിടെ കൊണ്ടുവന്ന് ജനിപ്പിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ കുറച്ച് ആൾക്കാർ ഒരുമിച്ച് ജീവിക്കുന്നു, കുറച്ച് താമസിക്കുന്നു, അത്രയേ ഉള്ളൂ അല്ലേ. വഴിയമ്പലത്തിൽ അങ്ങനെയാണ് അല്ലേ. അതൊക്കെ ലക്ഷ്മണനോട് ഭഗവാൻ ആദ്യത്തെ ഉപദേശത്തിൽ പറയുന്നത്, ലക്ഷ്മണ സാന്ത്വനത്തിൽ പറയുന്നുണ്ട് അല്ലേ. വഴിയമ്പലത്തിൽ എങ്ങനെയാണ് ആൾക്കാർ കുറച്ച് സമയം, രാത്രി സമയത്ത് പല ദിക്കിൽ നിന്നുള്ള ആൾക്കാർ വന്ന് ഒരുമിച്ചിരിക്കും. അതിനുശേഷം
രാവിലെ ആകുമ്പോൾ അവർക്ക് എങ്ങോട്ടേക്കൊക്കെയാണോ പോകേണ്ടത്, വടക്കോട്ട് പോകേണ്ട ആൾ വടക്കോട്ട് പോകും, തെക്കോട്ട് പോകേണ്ട ആൾ തെക്കോട്ട് പോകും, അങ്ങനെ പല വഴിക്ക് പോകും. പക്ഷെ കുറച്ച് സമയം ഇവരെല്ലാവരും ഒരുമിച്ചിരുന്ന് കുറച്ച് സമയം വർത്തമാനമൊക്കെ പറയും അല്ലേ. അതിനുശേഷം രാവിലെ ആയിക്കഴിഞ്ഞാലോ, നേരം വെളുത്തു കഴിഞ്ഞാൽ വീണ്ടും പലരും പല വഴിക്കായിട്ട് പോകും. അതുപോലെ തന്നെ ഇതിനകത്തൊക്കെ എന്താ പറയുക, അധികം അറ്റാച്ച്മെൻറ്റ് വരാതെ, ഒട്ടാതെ, ശക്തിയും ഒന്നെങ്കിലും കൂടാതെ നിരന്തരം ഒന്നിലേക്കും നമ്മൾ ശക്തനായ പോലെ, അതായത് പെട്ടുപോകാതിരിക്കുക എന്നാണ് അർത്ഥം. നിരന്തരം ഇഷ്ടാനിഷ്ട പ്രാപ്തിക്ക് തുല്യഭാവത്തോടു സന്തുഷ്ടനായി വിവിക്ത ശുദ്ധസ്ഥലേ വസിക്കണം. ഇഷ്ടാനിഷ്ട പ്രാപ്തിക്ക് ഇഷ്ടമാണെങ്കിലും അനിഷ്ടമാണെങ്കിലും, ഇപ്പം ആൾക്കാരിൽ നിന്നും, നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരിൽ നിന്ന് ഇഷ്ടമാണെങ്കിലോ അനിഷ്ടമാണെങ്കിലോ അതെല്ലാം തുല്യഭാവത്തോടു കൂടി, അതിന് വഴക്കൊന്നും ഉണ്ടാക്കാൻ പോയി സമാധാനം കളയാതെ കണ്ട്, സമയം കളയാതെ കണ്ട്, സന്തുഷ്ടനായിട്ട് വിവിക്ത ശുദ്ധസ്ഥലേ വസിക്കണം. നല്ല ശുദ്ധമായുള്ള സ്ഥലത്ത് ജീവിക്കണം. പ്രാകൃത ജനങ്ങളുമായി വസിക്കരുതൊട്ടും. ഏകാന്തേ പരമാത്മജ്ഞാന തൽപരനായി. പ്രാകൃത ജനങ്ങൾ, അതായത് പാഖണ്ഡന്മാരായിട്ടുള്ള ആൾക്കാർ, അതായത് എന്താ പറയുക, ഈ വളരെ മോശമായ രീതിയിലൊക്കെ ജീവിച്ച് വരുന്ന, തോന്നിയ പോലെ ജീവിക്കുക, തോന്നുമ്പോൾ വരിക, തോന്നുമ്പോൾ കിടക്കുക, തോന്നുമ്പോൾ ഉറങ്ങുക, എപ്പോഴെങ്കിലും വരിക പോവുക, മദ്യപിക്കുക, ലഹരി ഉപയോഗിക്കുക. അപ്പോൾ അതാണ് പ്രാകൃത ജനങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ മനുഷ്യൻ്റെ രൂപമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് ഇങ്ങനെ ഭൂമിക്ക് ഭാരമായിട്ട് നടക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അപ്പോൾ അവരുമായിട്ടൊന്നും വസിക്കരുത് ഒട്ടും. ഏകാന്തേ. അതുകൊണ്ടാണ് ദുഷിച്ച സംസർഗങ്ങളിലൊന്നും ചെന്ന് പെടരുതെന്ന് പറയുന്നത്, ദുസ്സംഗങ്ങളിലൊന്നും ചെന്ന് പെടരുതെന്ന് പറയുന്നത്. എന്താണ്? അതിൻ്റെ ഒരു വാസന പിന്നീട് നമ്മളിലേക്കും വരും അല്ലേ. എന്നിട്ടോ വസിക്കരുത് ഒട്ടും. ഏകാന്തേ പരമാത്മജ്ഞാനതൽപരനായിട്ട്. ഏകാന്തത്തിൽ എന്ത് ചെയ്യണം? ആ പരമാത്മജ്ഞാനതൽപരനായിട്ട്, പരമാത്മാവിനെ അറിയുന്നതിനുള്ള ഒരു താല്പര്യത്തോടുകൂടി വേദാന്ത വാക്യാർത്ഥങ്ങൾ അവലോകനം ചെയ്തു. വേദാന്ത വാക്യങ്ങളെയൊക്കെ അനുസരിച്ച്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിച്ച് മനനം ചെയ്തുകൊണ്ട് വൈദിക കർമ്മങ്ങളും ആത്മനി സമർപ്പിച്ചാൽ, വൈദിക കർമ്മങ്ങൾ കൊണ്ട് ആത്മാവ് കൊണ്ട് അത് സമർപ്പിക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ജ്ഞാനവും അകതാരിൽ ഉറച്ചു ചമഞ്ഞിടും. മാനസേ വികല്പങ്ങൾ ഏതുമേയും ഉണ്ടാകില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ജ്ഞാനം, നമ്മൾ ആ ഭഗവാന് അഭയം പ്രാപിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാകും? ആ ജ്ഞാനം ഉള്ളിൽ നിന്ന് തന്നെ ചമഞ്ഞിടും. മാനസേ, അങ്ങനെ മനസ്സിലുള്ള വികല്പങ്ങളെ ഏതുമേ ഉണ്ടാകില്ല. അപ്പോൾ മനസ്സിലുള്ള വികല്പങ്ങളെല്ലാം ഇല്ലാതെയാകുന്നു. ആത്മാവാകുന്നത് എന്തെന്നുണ്ടോ കേളതുമെങ്കിൽ ആത്മാവല്ലല്ലോ ദേഹപ്രാണബുദ്ധി അഹങ്കാരം. ഇനി ആത്മാവല്ലാത്തത് എന്താണെന്ന് പറയുകയാണ്. ആത്മാവ് എന്താണെന്നല്ല പറയുന്നത്, ആത്മാവല്ലാത്തത് എന്താണെന്ന് പറയുകയാണ്. ആത്മാവാകുന്നത് എന്തെന്നുണ്ടോ കേളതുമെങ്കിൽ. എന്നാൽ ആത്മാവാകുന്നത് എന്താണെന്ന് പറഞ്ഞു തരാം. ആത്മാവല്ലല്ലോ, ആത്മാവല്ല ആര്? ദേഹവും പ്രാണനും ബുദ്ധിയും അഹങ്കാരവും. മാനസാദികളൊന്നും ഇവറ്റിൽ നിന്നു മേലെ മാനമില്ലാതെ പരമാത്മാവ് താനേ വേറെ. പറയുകയാണ്, ഈ കാണുന്ന ദേഹവും നമ്മുടെ ഈ കാണുന്ന ശരീരം അല്ലെ, എത്ര സുന്ദരമായിട്ടുള്ളതാണെങ്കിലും എത്ര വിരൂപമായിട്ടുള്ളതാണെങ്കിലും ഈ കാണുന്ന ദേഹം നമ്മൾ അഭിമാനത്തോടുകൂടി എപ്പോഴും ബ്യൂട്ടി പാർലറൊക്കെ കൊണ്ടുപോയി 5,000 10,000 രൂപയൊക്കെ കൊടുത്ത് ഇങ്ങനെ ഈ സുന്ദരമാക്കി വച്ചിരിക്കുന്ന ഈ ഒരു ദേഹം, പ്രാണനും ബുദ്ധിയും അഹങ്കാരവും അല്ലേ, നമ്മുടെ ഈ പ്രാണൻ, ബുദ്ധിയും അതുപോലെ അഹങ്കാരവും, പിന്നെയോ മനസാദികളൊന്നും ഇവറ്റിൽ നിന്നു മേലെ മാനമില്ലാതെ. അപ്പോൾ ഇതിലൊക്കെ മുകളിലായിട്ട് ആണ് പരമാത്മാവ് താനേ വേറെ. പരമാത്മാവ് ഒറ്റയ്ക്കാണ് സ്ഥിതി ചെയ്യുന്നത്. കാരണം ഇതൊന്നുമായിട്ടും യാതൊരുവിധ ബന്ധവുമില്ല അല്ലേ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഏതാണ്? ജാഗ്രത് സ്വപ്ന സുഷുപ്തികൾക്ക് സാക്ഷിയായിട്ട് ഞാനെന്ന ഒരു ആത്മബോധമായിട്ട് ഞാൻ എന്ന് അല്ലേ, നമ്മൾ ഉറങ്ങുമ്പോൾ, നമ്മൾ അഗാധ നിദ്രയിൽ വരുമ്പോൾ നമ്മൾ ഞാൻ ഉണ്ടെങ്കിലും പക്ഷെ ഞാനെന്നുള്ള ചിന്ത നമ്മളിലില്ല.
പക്ഷേ നമ്മൾ ഉണരുമ്പോൾ ആ സമയത്തല്ലേ നമ്മളുടെ ഉള്ളിലെ ഈ സൃഷ്ടി നടക്കുന്നുള്ളൂ. സൃഷ്ടി നടക്കുക എന്ന് പറഞ്ഞാൽ ഈ ലോകം നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മളുടെ കൂടെ ഇല്ല. നമ്മൾ ഉണരുമ്പോൾ മാത്രമേ ഈ ലോകം നമ്മളുടെ കൂടെ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മളെ കാണുന്നുള്ളൂ, ഈ ലോകത്തെക്കുറിച്ച് നമ്മൾ അറിയുന്നുള്ളൂ, അല്ലേ? അപ്പോൾ അതായത് ആ ആത്മസ്വരൂപത്തെ നമ്മൾ അറിയുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള ജ്ഞാനമുണ്ടാകുന്നത്. അപ്പോൾ പരമാത്മാവിന് യാതൊരുവിധ ശരീരബന്ധങ്ങളും പ്രാണനുമായിട്ടും ദേഹവും പ്രാണനും ബുദ്ധി അഹങ്കാരവും മനസ്സുമായിട്ടൊന്നും യാതൊരുവിധ ബന്ധവുമില്ല. നിൽപ്പിതു ചിതാത്മാവ് ശുദ്ധം അവ്യക്തം ബുദ്ധം തൽപദാത്മാ ജ്ഞാനിക ത്വത്പദാർത്ഥവുമായ ജ്ഞാനം കൊണ്ടെന്ന് വഴിപോലെ കണ്ടറിഞ്ഞിടണം. ജ്ഞാനമാകുന്നത് എന്നെ കാട്ടുന്ന വസ്തു തന്നെ. ചിതാത്മാവ് ശുദ്ധം അവ്യക്തം ബുധം തൽപദാത്മാ ജ്ഞാനിക ത്വത്പദാർത്ഥവുമായ ജ്ഞാനം കൊണ്ടെന്ന പോലെ, ആ ജ്ഞാനം കൊണ്ട് പോലെ വഴിപോലെ കണ്ടറിഞ്ഞിടാം, എന്നെ മനസ്സിലാക്കാം. ജ്ഞാനമാകുന്നത് എന്നെ കാട്ടുന്ന വസ്തു തന്നെ. ജ്ഞാനമെന്ന് പറയുന്നത് അത് എന്നെ അറിയുന്ന വസ്തു തന്നെയാണ് എന്നാണ് പറയുന്നത്. ജ്ഞാനമുണ്ടാകുന്നത് വിജ്ഞാനം കൊണ്ട് തന്നെ. ജ്ഞാനം, അത് അറിവുണ്ടാകുന്നത് എന്താണ്? വിജ്ഞാനം കൊണ്ടാണ്. അതായത് വിജ്ഞാനം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ അനുഭവത്തിൽ കൊണ്ടുവരിക എന്നാണ് അർത്ഥം. അപ്പോൾ അത് ഞാനിതെന്ന അറിവിനു സാധനമാകയാലേ, എന്താണ്? ഞാൻ എന്ന അറിവിനു സാധനമാകയാലേ, ഞാനാണ് എന്ത്? പരമാത്മാവ് എന്ന ആ ഒരു അറിവിലേക്ക് വരുമ്പോഴത്തേക്കും സർവത്ര പരിപൂർണനാത്മാവ് ചിദാനന്ദൻ. അപ്പോൾ സർവത്ര പരിപൂർണനാണ് ആത്മാവ്. ചിദാനന്ദൻ, എപ്പോഴും ചിത്തിൽ ആനന്ദമുള്ളവനാണ്, മനസ്സിൽ സന്തോഷമുള്ളവനാണ്, ആനന്ദമുള്ളവനാണ്. സർവ സത്വാന്തർഗതന അപരിച്ഛേദ്യനല്ലോ, സർവ ജീവജാലങ്ങളുടെയും അന്തർഗതനായിട്ടിരിക്കുന്ന അപരിച്ഛേദ്യനാണ്. ഇത് മുറിക്കാനോ നനയ്ക്കാനോ അല്ലെങ്കിൽ ഇല്ലാതെയാക്കാനോ കത്തിക്കാനോ ഒന്നും സാധിക്കില്ല, അല്ലേ? ഏകനാണ്, അദ്വയനാണ്, വിഭജിക്കാൻ രണ്ടെന്നുള്ള ഭാവമില്ലാത്തതാണ്, രണ്ടാക്കാൻ പറ്റാത്തതാണ്. പരനാണ്, അവ്യയനാണ്. അവ്യയെന്ന് പറഞ്ഞാൽ എന്താ പറയുക, എത്ര എടുത്താലും അതിൽ നിന്നും കുറവൊന്നും വരില്ല, അല്ലേ? ഭഗവാൻ പരമാത്മാവ് കോടാനി കോടി 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 ജീവജാലങ്ങളായിട്ട് ഈ 3 ലോകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു. എങ്കിലും ഭഗവാനിന് എത്രയാണോ ഉള്ളത് അത് പൂർണ്ണമാണ്. അതുകൊണ്ടാണ് ഓം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യതേ, അല്ലേ? പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം എടുത്താലും എത്ര എടുത്താലും ഏറ്റവും അവസാനം അവശേഷിക്കുന്നത് എന്തായിരിക്കും? അതും പൂർണ്ണം തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്, അല്ലേ? അതാണ് പരൻ, അവ്യയൻ, ജഗന്മയൻ. പിന്നെയോ യോഗേശൻ, അജൻ. അജൻ എന്ന് പറഞ്ഞാൽ ജനനമില്ലാത്തവൻ, അഖിലാധാരൻ, അഖില സമസ്ത ഈ പ്രപഞ്ചത്തിനും ആധാരമായിട്ടുള്ള അവൻ ആരാണ്? ആ ഭഗവാൻ ആണ്, ആ പരബ്രഹ്മമാണ്. ഇനിയോ നിത്യസത്യജ്ഞാനാദിലക്ഷണൻ, നിത്യസത്യജ്ഞാനാദിലക്ഷണനാണ്. പിന്നെയോ സത്യം, ജ്ഞാനം ആദ്യമായിട്ടുള്ള ലക്ഷണങ്ങളൊക്കെ ഉള്ളതാണ്. നിത്യനാണ്, നിത്യബുദ്ധശുദ്ധ മുക്തസ്വരൂപനാണ്, പരബ്രഹ്മാത്മകനാണ്. പിന്നെയോ ബുദ്ധിബാധികളിൽ വേറിട്ടവൻ, മായാമയൻ. ബുദ്ധി ആയിട്ടുള്ള ഉപാധികളിൽ നിന്നൊക്കെ വേറിട്ടതാണ് ഭഗവാൻ. അതല്ലെങ്കിൽ ബുദ്ധി കൊണ്ട് അറിയുന്നതല്ല ഭഗവാൻ, മായാമയനാണ്. പിന്നെയോ ജ്ഞാനം കൊണ്ട് ഉപഗമ്യൻ. പക്ഷേ ജ്ഞാനം കൊണ്ട് ആ ഭഗവാനെ നമുക്ക് അറിയാൻ സാധിക്കും. യോഗിനാം ഏകാത്മനാം, അല്ലെങ്കിൽ യോഗികൾക്കറിയാൻ സാധിക്കും. അല്ലെങ്കിൽ ഏകാന്ത ചിത്തത്തോടു കൂടിയിരിക്കുന്ന ജ്ഞാനമാചാര്യ, ജ്ഞാനമുണ്ടാകുമ്പോൾ എന്താണ്? ശസ്ത്ര ഉപദേശ ഐക്യജ്ഞാനം. ആത്മനോരേവം ജീവപരയോർ മൂലവിദ്യ. ആത്മനീ കാര്യകാരണങ്ങളും കൂടിച്ചേർന്ന് ലയിച്ചിടുമ്പോൾ ഉള്ള അവസ്ഥയല്ലോ മുക്തി. ലയത്തോടാശു വേറിട്ടിരിപ്പത് ആത്മാവൊന്നേ. പിന്നെയോ ജ്ഞാനവിജ്ഞാന വൈരാഗ്യത്തോടു സഹിതമാം ആനന്ദമായിട്ടുള്ള കൈവല്യം സ്വരൂപം അതുള്ളവണ്ണമേ പറവാനും ഇതറിവാനും ഉള്ളം നല്ലുണർവുള്ളവരില്ലെങ്കിലും ഇല്ലാരും ജഗത്തിങ്കൽ. അതായത് ഈ ജ്ഞാനവിജ്ഞാന വൈരാഗ്യത്തോടു കൂടി സഹിതമാനന്ദമായിട്ടുള്ള കൈവല്യ സ്വരൂപം
ഇങ്ങനെയൊക്കെ പറയുവാൻ, അതായത് എങ്ങനെയാണോ ലക്ഷ്മണ നിന്റെ അറിവ്, അതിനനുസരിച്ചിട്ട് ഞാനിപ്പോൾ നിനക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ നിന്റെ ഒരു ഹൃദയത്തിൻ്റെ ശുദ്ധി വച്ച് നിനക്കത് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. മത്ഭക്തിയില്ലാത്തവർക്ക് എത്രയും ദുർലഭം കേൾ, മത്ഭക്തി കൊണ്ട് തന്നെ കൈവല്യം വരും താനും. ഇനി ഇതൊക്കെ കേട്ടിട്ടോ ഒന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളുടെ കുറച്ച് ഭക്തിയുടെ കുറവ് കൊണ്ടാണ് നമുക്കിത് അത്ര ഗ്രഹിക്കാൻ പറ്റാത്തതെന്ന് നമുക്ക് തോന്നും. അതുകൊണ്ടാണ് ഇല്ലാത്തവർക്ക് എത്രയും ദുർലഭം, അത് കുറച്ച് ദുർലഭമാണ്, കിട്ടില്ല. കേൾ, ഭക്തി കൊണ്ട് തന്നെ കൈവല്യം വരും താനും. അപ്പോൾ എന്ത് ചെയ്യാം? അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഭക്തി ഉണ്ടാക്കുക. മത്ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പരമാത്മാവിനുള്ള ഭക്തി കൊണ്ട് തന്നെ ആ മോക്ഷം വരും. പിന്നെയോ നേത്രമുണ്ടെന്നാകിലും കാൺമതിനുണ്ട് പണി രാത്രിയിൽ, തൻ്റെ പദം ദീപമുണ്ടെന്നാകിലേ നേരുള്ള വഴി അറിഞ്ഞീടാവിധവണ്ണമേ ശ്രീരാമഭക്തിയുണ്ടെന്നാകിലേ കാണായി വരൂ. അപ്പം എൻ്റെ ഭക്തിഹീനന്മാർക്ക് ഇത് എത്ര കേട്ടാലും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ആദ്യമേ ഇത് ഗുഹ്യം എന്ന് പറഞ്ഞത്, കേട്ടാലും അറിയാൻ സാധിക്കാത്തത് എന്നാണ് ഭഗവാൻ പറയുന്നത്. എൻ്റെ ഭക്തി കൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ കണ്ണുണ്ടെന്ന് വെച്ച് കാണണമെന്നില്ല, അല്ലേ എന്നാണ് പറഞ്ഞത്. പിന്നെ തൻ്റെ പദം രാത്രിയിൽ തൻ്റെ പദം ദീപമുണ്ടെന്നാകിലെ നേരുള്ള വഴി അറിഞ്ഞീടാ ഇത് ഔവണ്ണമേ ശ്രീരാമഭക്തി ഉണ്ടെന്നാകിലേ കാണായി വരൂ. അപ്പോൾ ഭഗവാൻ ഭക്തി ഉണ്ടെങ്കിൽ എന്താണ്? ആ ജ്ഞാനം ഉള്ളില് താനേ തന്നെ പ്രകാശിക്കും എന്നാണ് പറയുന്നത്. ഭക്തനു നന്നായി പ്രകാശിക്കും ആത്മാവ് നൂനം, ഭക്തിക്ക് കാരണം എന്തൊന്ന് കേട്ടാലും നീ. ഇനി ഭക്തന്, എൻ്റെ ഒരു ഭക്തനാണെങ്കിൽ അവന് ഈ ആത്മവിദ്യ പെട്ടെന്ന് നന്നായിട്ട് ഇത് പ്രകാശിക്കും. ഭക്തിക്ക് കാരണം എന്തെന്ന് കേട്ടാലും നീ. ഇനി ഭക്തിയുടെ കാരണം, ഭക്തി എന്തെല്ലാം കൊണ്ട് ഉണ്ടാകുമെന്ന് നീ അറിഞ്ഞുകൊള്ളൂ ലക്ഷ്മണ എന്നാണ് പറയുന്നത്. ഇതൊക്കെ ലക്ഷ്മണന് വേണ്ടി കൊടുക്കുന്ന ഉപദേശമല്ല കേട്ടോ. നമുക്ക് വേണ്ടിയിട്ട് ഭക്തന്മാരാകാൻ ശ്രമിക്കുന്നവർക്ക്, നമുക്ക് ഭക്തന്മാരെന്ന് പറയാൻ സാധിക്കുകയില്ല, ഭക്തന്മാരാകാൻ, ഭഗവാന്റെ ഭക്തന്മാരാകാനായിട്ട് ഓരോരോ ജന്മങ്ങളിലും നമ്മളിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ചൊല്ലുന്നത്, ഭവേ ഭവേ യഥാഭക്തി പാദയോസ്തവജായതേ തഥാ കുരുഷ്വദേവേശ നാഥസ്തൊന്നോ യഥ പ്രഭു എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ആ ഭഗവാന്റെ ഭക്തന്മാരാവാനുള്ള ഒരു ശ്രമത്തിലാണ് നമ്മൾ ഓരോ ജന്മങ്ങളിലും. ഭക്തന് നന്നായി പ്രകാശിക്കും ആത്മാവ് നൂനം, ഭക്തിക്ക് കാരണം എന്തെന്ന് കേട്ടാലും നീ. ഭക്തിക്ക് കാരണം എന്താണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഇനിയോ മത്ഭക്തന്മാരോടുള്ള നിത്യസംഗമതും, എൻ്റെ ഭക്തന്മാരോടുള്ള നിത്യം സംഗമം, അതായത് സത്സംഗം, അല്ലേ? നമ്മൾക്കറിയാം. അതാണ് ഭക്തന്മാരുമായിട്ടുള്ള സംഗമത്തിലാണ് സത്സംഗം എന്ന് പറയുന്നത്. നിത്യസംഗമതും, ഭക്തി ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് എൻ്റെ ഭക്തന്മാരോടുള്ള നിത്യസംഗമം. ഭക്തന്മാരെ കനിവോട് സേവിക്കുന്നതും, എൻ്റെ ഭക്തന്മാരെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്, അവരെ സേവിക്കുന്നത്, അതുകൊണ്ടും നിങ്ങൾക്ക് ഭക്തി ഉണ്ടാകും. ഏകാദശ്യാദി വ്രതാനുഷ്ഠാനങ്ങളും പുനരാകുലമെന്നേ സാധിച്ചു കൊള്ളുകയും അത. ഏകാദശ്യാദി വ്രതങ്ങൾ, വ്യാഴാഴ്ച വ്രതം, വെള്ളിയാഴ്ച വ്രതം, തിങ്കളാഴ്ച, അങ്ങനെ ഓരോരോ വ്രതാനുഷ്ഠാനങ്ങളിലൂടെ പുനരാകുലമെന്നേ സാധിച്ചു കൊള്ളുകയും അതാ പൂജനം. അങ്ങനെ ഇവ ഏകാദശാദി വ്രതാനുഷ്ഠാനങ്ങളിലൂടെ ഭക്തി ഉണ്ടാവും. മാത്രമോ പൂജനം, ഭഗവാന്റെ ആ ദിവ്യകോമള വിഗ്രഹങ്ങൾ പൂജിക്കുക, വന്ദിക്കുക, വന്ദനം, ഭാവനം. പിന്നെയോ ആ ഭാവിക്കുക, എന്താണ് ഭാവനം ചെയ്യുക, എപ്പോഴും ഭഗവാൻ കൂടെയുണ്ട്. മാത്രമല്ല ദാസ്യം, ഭഗവാന് ദാസനാണെന്ന് ചിന്തിക്കുക. ഭഗവാന്റേതാണ് ഞാൻ, ഭഗവാന് ദാസ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ജന്മം എന്ന് ചിന്തിക്കുക. നല്ല ഭോജനം അഗ്നിവിപ്രാണ, അതായത് ഈ അഗ്നിഹോത്രം ചെയ്ത ബ്രാഹ്മണന്മാർക്ക് നല്ല അന്നദാനങ്ങളൊക്കെ കൊടുക്കുക. കഥാപാഠശ്രവണങ്ങൾ ചെയ്യുകയും എൻ്റെ കഥകളെക്കുറിച്ച് പഠിക്കുകയും എൻ്റെ കഥകളെക്കുറിച്ച് ശ്രവിക്കുകയും ചെയ്യുകയും മുതാ സന്തോഷത്തോടുകൂടി ഗുണനാമങ്ങളെ കീർത്തിച്ചു കൊള്ളുകയും. ഇനി അത് കേട്ട് കഴിഞ്ഞിട്ട് എൻ്റെ നാമങ്ങളെക്കുറിച്ച് കീർത്തിക്കുക, എൻ്റെ നാമങ്ങളെക്കുറിച്ച്
പറയുക. അങ്ങനെ ചെയ്താൽ നമുക്ക് എന്താ ഉണ്ടാവും? ഭക്തി ഉണ്ടാകും. അപ്പം നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് ഭക്തി കുറവാണെന്ന് തോന്നുന്നവർക്ക് ഭക്തി ഉണ്ടാകാനുള്ള മാർഗങ്ങളൊക്കെയാണ് ഭഗവാൻ ലക്ഷ്മണസ്വാമി നമുക്ക് വേണ്ടിയിട്ട് ഭഗവാനോട് ചോദിച്ചതും നമുക്ക് വേണ്ടിയിട്ട് ഭഗവാൻ ഇത് പറഞ്ഞു തരുന്നതും. ഗുണനാമങ്ങളെ കീർത്തിച്ചു കൊള്ളുകയും സന്തതം യുദ്ധമെങ്കൽ വർത്തിക്കും ജനങ്ങൾക്കൊരന്തരം വരാതൊരു ഭക്തിയുണ്ടായി വരും. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അവരുടെ ഉള്ളിൽ എന്നെക്കുറിച്ചുള്ള ഭക്തി താനേ തന്നെ ഉണ്ടായി വരും. ഇനിയോ അങ്ങനെ ഉണ്ടായി വന്നാൽ ഭക്തി വർദ്ധിച്ചാൽ എന്താണ് ഗുണം? ഭക്തി വർദ്ധിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതില്ല, ഉത്തമോത്തമന്മാരായുള്ള അവരല്ലോ. അതായത് ഭക്തി വർദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും ആവശ്യമില്ല. അവരായിരിക്കും ഏറ്റവും ഉത്തമന്മാർ എന്ന് പറയുകയാണ്. ഭക്തിയുക്തന് വിജ്ഞാന ജ്ഞാന വൈരാഗ്യങ്ങൾ സദ്യ സംഭവിച്ചിടും, എന്നാൽ മുക്തിയും വരും. അപ്പം എന്താ പറയുക, ഭക്തിയുക്തൻ, ഭക്തി ലഭിക്കുന്ന ആ വ്യക്തിക്ക് ആ വിജ്ഞാനവും ജ്ഞാനവും വൈരാഗ്യങ്ങളും അപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് തന്നെ ഹൃദയത്തിലുണ്ടാവും. അവന് മുക്തിയും പെട്ടെന്ന് തന്നെ ഉണ്ടാകും. മുക്തിമാർഗം താവക പ്രശ്നാനുസാരവശാൽ ഉക്തമായതു നിനക്കെന്നാലേ ധരിക്ക നീ. ഈ മുക്തിമാർഗം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഈ മരിച്ചു കഴിഞ്ഞിട്ട് കിട്ടുന്നതല്ല കേട്ടോ. എന്താണ്? മോചനം. സർവ പ്രശ്നങ്ങളിൽ നിന്നും ഈ ലോകത്തിൽ നിന്ന് തന്നെയുള്ളൊരു മോചനം. അപ്പോൾ അതിനാണ് മുക്തി എന്ന് പറയുന്നത്. ഒരു വിഷയസംഘമില്ലായ്മ ഇരിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ താവക പ്രശ്നാനുസാരവശാൽ ഉക്തമായതു നിനക്ക് ഞാനിപ്പോൾ ഇത് പറഞ്ഞു തന്നു എന്നേ ഉള്ളൂ. ഉക്തമായതു നിനക്കെന്നാലേ ധരിക്ക നീ അത് വേണ്ട രീതിയിൽ നീ ധരിക്കുക. വക്തവ്യമല്ല നൂനം എത്രയും ഗുഹ്യം മമ ഭക്തന്മാർക്കൊഴിഞ്ഞ് ഉപദേശിച്ചിടരുതല്ലോ. എന്താ പറയുക, ഇത് വളരെ രഹസ്യമായിട്ടുള്ളൊരു കാര്യമാണ്. എൻ്റെ ഭക്തന്മാർക്കൊഴിച്ച് മറ്റാർക്കും ഇത് ഉപദേശിക്കുകയും ചെയ്യാൻ പാടില്ല. ഭക്തൻ എന്നാകിൽ അവൻ ചോദിച്ചില്ലെന്നാകിലും വക്തവ്യം അവനോട് വിശ്വാസം വരികയാൽ. ഇനി ഭക്തനാകിലോ ഇനിയിപ്പോൾ അവൻ ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ കൂടി ഭക്തനാണെങ്കിൽ അവന് വിശ്വാസം വരുന്ന രീതിയിൽ ഭക്തി വിശ്വാസ ശ്രദ്ധായുക്തനാം മർത്യനിതു നിത്യമായി പാഠം ചെയ്യിൽ അജ്ഞാനമകന്നു പോവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, എൻ്റെ ഈ തത്വങ്ങളെല്ലാം നീ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇനി ഭക്തിയും വിശ്വാസവും പിന്നെയോ ശ്രദ്ധയും ഉള്ള വ്യക്തികൾക്ക് മർത്യനിതു അങ്ങനെയുള്ള മനുഷ്യർക്ക് നിത്യമായി പാഠം ചെയ്യൽ അജ്ഞാനമകന്നു പോവും. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള അജ്ഞാനം ഒക്കെ അകന്നു പോകാനായിട്ട് ഇതെല്ലാ ദിവസവും ഈ ലക്ഷ്മണ ഉപദേശം എന്നുള്ള ഭാഗം എല്ലാ ദിവസവും ചൊല്ലുകയാണെങ്കിൽ നിത്യമായി പാഠം ചെയ്യൽ അജ്ഞാനമെല്ലാം ഇല്ലാണ്ടായി വരും എന്നാണ് ഭഗവാൻ പറയുന്നത്. ഭക്തി സംയുക്തന്മാരാം യോഗീന്ദ്രന്മാർക്ക് നൂനം ഹസ്ത സംസ്ഥിതയല്ലോ മുക്തി എന്നറിഞ്ഞാലും. ഭക്തി ഉള്ള യോഗീന്ദ്രന്മാർക്ക് നൂനം, അങ്ങനെയുള്ള യോഗീന്ദ്രന്മാർ യോഗം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്നോടുള്ള ചേർച്ച, അതാണ് ഈ യോഗീന്ദ്രന്മാരെന്ന് പറയുന്നത്. ഭഗവാനുള്ള യോഗം, ഭഗവാനുള്ള ചേർച്ചയാണ് യോഗം എന്ന് പറയുന്നത്. ആ ഭഗവാനുള്ള ചേർച്ചയുള്ളവർ യോഗീന്ദ്രന്മാർക്ക് നൂനം ഹസ്തസംസ്ഥിത അല്ലോ. ഹസ്തസംസ്ഥിതയല്ലോ എന്ന് പറഞ്ഞാൽ ആ കൈയുടെ ഉള്ളം കൈയിലാണല്ലോ എന്ത് മുക്തി എന്നറിഞ്ഞാലും. ആ മുക്തി എന്ന് പറയുന്നത് അവരുടെ കയ്യിലിരിക്കുന്ന ഒരു എന്താ പറയുക ഹസ്താമലകം, അതായത് കയ്യിലിരിക്കുന്ന നെല്ലിക്ക പോലെ എന്നൊക്കെ പറയും അല്ലേ തത്വജ്ഞാനികൾ. അപ്പോൾ അങ്ങനെ അവരുടെ കയ്യിൽ തന്നെയാണ് മുക്തി ഇരിക്കുന്നത് എന്ന് നീ അറിഞ്ഞാലും ലക്ഷ്മണ എന്ന് ശ്രീരാമചന്ദ്രമൂർത്തി തൻ്റെ അനുജനായിട്ടുള്ള ലക്ഷ്മണനോട് ഉപദേശിക്കുന്നതാണ് ലക്ഷ്മണ ഉപദേശം എന്ന് പറയുന്ന ഒരു ഭാഗം. അപ്പോൾ വളരെ ദീർഘമായിട്ടൊന്നും നമുക്ക് പറയാൻ സമയമില്ലാതിരുന്നത് കൊണ്ട് വളരെ ചുരുക്കി ഇത് പറഞ്ഞിട്ടുള്ളൂ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീകൃഷ്ണ പാദാരവിന്ദാർപ്പണമസ്തു. ഹരി ഓം തത്സത്. ഓം ശ്രീ സദ്ഗുരുഭ്യോ നമഃ. ജയ് ശ്രീറാം.